ഒന്ന് വിശദമായിട്ട് എല്ലാം നോക്കുക, പാഠങ്ങളൊക്കെ, എന്നിട്ട് അതിനെപ്പറ്റിയുള്ള സംശയങ്ങളും കാര്യങ്ങളും. പ്രിയമുള്ളവരെ, എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് പിന്നെ സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ളത് കൊണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പത്മശ്രീ രാമേട്ടനോടൊപ്പമാണ് നമ്മളുള്ളത്. ഏതായാലും വീഡിയോയിലേക്ക് പോകാം. പറമ്പിൽ ബസാറിൽ നിന്നും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം നവംബർ 1 വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ഇന്ന് കേരളപ്പിറവി ദിനമായതുകൊണ്ട് വയനാട്ടിലെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ ചെറുവേൽ രാമേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഞങ്ങളിൽ പലരും അദ്ദേഹത്തെ ആദ്യം പോയി കണ്ടതാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ കൂടെയുണ്ട്. വാഹനത്തിൽ കയറി അല്പം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ ഫോട്ടോ എടുപ്പും ഡാൻസും ഒക്കെ തുടങ്ങി. രസകരമായ യാത്രക്കൊടുവിൽ ഞങ്ങൾ രാമേട്ടൻ്റെ വീടിൻ്റെ പരിസരത്തെത്തി. ഞങ്ങളോടൊപ്പം പുൽപ്പള്ളി പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വാഹനമിറങ്ങി അല്പം നടന്നു ഞങ്ങൾ. അതാ കാണുന്നു 150 വർഷം പഴക്കമുള്ള ചെറുവേൽ രാമേട്ടൻ്റെ വീട്. വൈക്കോൽ കൊണ്ട് മേഞ്ഞതാണ് മേൽക്കൂര. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലുള്ള മേൽക്കൂര വിരിഞ്ഞ വീടുകളൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളോ? ഞങ്ങൾ ചെല്ലുമ്പോൾ രാമേട്ടൻ മുറ്റത്ത് തന്നെ ഒരു കസേരയിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ കൂടെയുള്ള രജീഷ് മാഷ് ഒരുപാട് വട്ടം അദ്ദേഹത്തെ പോയി കണ്ടതുകൊണ്ട് അവർ തമ്മിൽ നല്ല പരിചയമുള്ള ആളുകളാണ്. ഞങ്ങൾ ചെന്നപ്പം തന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി അവരുടെ കൊലായിൽ പുൽപ്പായൊക്കെ ഇട്ട് തന്നു. അതിലെല്ലാവരും ഇരുന്നു. ആദ്യമായിട്ട് രാമേട്ടനെ കാണുന്ന ആകാംക്ഷ ചിലരിലൊക്കെ ഉണ്ട്. അദ്ദേഹം നല്ല സംസാരപ്രിയനാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം എന്തോ തമാശകളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കോർത്തിണക്കി ജീവിക്കണം. എന്നാലേ നഗരത്തിൽ എന്തൊക്കെയാണ് നഗരമുള്ളതും വനത്തിൽ എന്താണെന്ന് അവ രണ്ടും കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ ഏതായിരിക്കും നമുക്ക് അനുയോജ്യം, ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ജീവിതത്തിനും അനുയോജ്യം ഏതൊക്കെയാണ്. ഒന്ന്. രണ്ടാമത്, നമുക്ക് ശരീരം രണ്ട് കാര്യങ്ങൾ നമ്മൾ ശരീരം പ്രതിരോധിക്കും. ഏത്? നമ്മളിപ്പം വനത്തിൽ പോയി നല്ല തണുപ്പാ, നഗരത്തിൽ പോയി അതിചൂടാണ്. അപ്പം രണ്ടും കൂടി നമ്മുടെ ശരീരം എന്താക്കുന്നത് അതനുസരിച്ച്. അദ്ദേഹം കാടിനെ പറ്റിയും നാടിനെ പറ്റിയും ഒക്കെ നമ്മോട് വാദവരാതെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വയൽ കാണാൻ വേണ്ടി പോയി. ഉണ്ടായിക്കോട്ടെ, എന്താ അത് വേണ്ടെന്ന് പറഞ്ഞ് അതല്ലല്ലോ ജോലി, അത് വേറെ. ഞാൻ പറഞ്ഞ ജോലി ആയിക്കോട്ടെ, എന്താ അദ്ദേഹം ഞങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി തോളിലൊക്കെ കൈവച്ച്
ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വേണ്ടി വളരെ സഹകരണത്തോടു കൂടി നമ്മുടെ കൂടെ തന്നെ ഒരുപാട് സമയം ചെലവഴിച്ചു. ഈ വയലിൽ അദ്ദേഹം കൃഷി ചെയ്തത് സാധാരണ നെല്ലല്ല, അപൂർവ ഇനത്തിൽപ്പെട്ട വിവിധ ഇനം ഏകദേശം 50ഓളം വിത്തുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതാണ് എല്ലാ വർഷവും അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നത്. അത് കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ എല്ലാ ദിവസവും എത്തിച്ചേരാറുണ്ട്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കളിച്ചും ചിരിച്ചും അദ്ദേഹം ഞങ്ങളോട് ഒരുപാട് സമയം ചെലവഴിച്ചു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോഴേക്കും മറ്റൊരു സംഘവും അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. സന്തോഷത്തോടൊപ്പം ഒരു സങ്കടവും അദ്ദേഹം ഞങ്ങളുമായി പങ്കുവച്ചു. പത്മശ്രീ ലഭിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മൊമെൻറ്റുകളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതൊക്കെ അടുക്കി വെക്കാൻ, നല്ല രീതിയിൽ വെക്കാൻ വേണ്ടി ഒരു സ്ഥലം അദ്ദേഹത്തിനില്ല. ആ ഒരു പ്രയാസം അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചു. പ്രിയമുള്ളവരെ, എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമ്മുടെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ ലഭിച്ച ചെറുവയൽ രാമേട്ടനാണ്. അദ്ദേഹത്തിന് ലഭിച്ച മൊമെൻറ്റോകളെ പറ്റി നിങ്ങളോട് സംസാരിക്കും. ഈ മൊമെന്റുകളൊക്കെ തന്നെ സാധാരണ നമ്മൾ വിറക് അടുക്കി വെക്കുന്ന പോലെയാണ് വിറക്കി വെച്ചത്. മറ്റേ തരത്തിൽ നിവർത്തി വെക്കാൻ, അതിൻ്റെ യഥാർത്ഥ മൊമെന്റുകൾ എങ്ങനെ വെക്കണം അതിനനുസരിച്ച് വെക്കാനാണെങ്കിൽ ഈ സ്ഥലം പോരാ, ഈ റൂമും പോരാ. അത്രമാത്രം ഇതിനകത്തുണ്ട്. അലമാരിലാണ് ഇപ്പോൾ മുഴുവൻ അടുക്കി വെച്ചത്. പിന്നെ സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് പ്രത്യേകമായിട്ട് ഒരു റൂമൊക്കെ തയ്യാറാക്കി അതിനൊക്കെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി ഒരു ബെർത്തുകളുണ്ടാക്കി ആ മൊമെന്റുകൾ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതുവരെ സാധിച്ചില്ല. നോക്കട്ടെ, എനിക്ക് പരമാവധി വെക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് നല്ലവരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ വല്ല സംഭാവനകൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നോക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിന് ലഭിച്ച പത്മശ്രീ അദ്ദേഹം കുട്ടികൾക്ക് കാണാൻ വേണ്ടി നൽകിയിരിക്കുകയാണ്. വളരെ കൗതുകത്തോടു കൂടിയാണ് അവരത് വീക്ഷിക്കുന്നത്. ഒരു വെളിച്ചം പോലും ഇല്ലാത്ത റൂമിലാണ് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതൊക്കെ വെക്കാൻ വിശാലമായ ഒരു സെൽഫ് അല്ലെങ്കിൽ ഒരു ലൈബ്രറി അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ സ്നേഹത്തോടെ നൽകിയ കാപ്പിയും കുടിച്ച് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഒരു കേരളപ്പിറവി ദിനത്തിൽ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളോട് കൂടി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത്, അതിനുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്, അല്ലേ? ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയിൽ തന്നെയുള്ള മറ്റു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.